തിരുവനന്തപുരത്തേക്കാണ്. KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലേക്കാണ്. അവിടെ ഇപ്പോഴും ആഹ്ലാദവും ആവേശവും നിലയ്ക്കുന്നില്ല. അവിടെ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നു. ഹാഷ്മി, എന്തൊക്കെയാണ് ഇന്ദിരാഭവനിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വലിയ ആവേശം ഇവിടെയുണ്ട്. ഇവിടെ അല്പസമയത്തിന് വി ഡി സതീശൻ, നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് എത്താൻ പോകുന്നു. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന ഫ്ലക്സ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഫ്ലക്സ് നേരത്തെ കൊണ്ടുവന്ന് ഉറപ്പായിരുന്നു വീഡിയോ? അതെ, തീർച്ചയായിട്ടും ഉറപ്പായിരുന്നു. നമ്മളെ ആ ജനഹിതം തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് അംഗീകരിക്കുന്നതന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. എന്നുള്ള അടുത്ത 5 വർഷം വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരാണ് ഭരിക്കാൻ പോകുന്നത്. കേരളം ഇനി മുന്നോട്ട് പോകും ശക്തമായിട്ട് എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ലല്ലോ അല്ലേ? ഒരു തർക്കവുമില്ല. സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. 10 വർഷം ഒരു തുടർഭരണം. വി ഡി സതീശൻ മുഖ്യമന്ത്രി അധികാരമേറ്റാൽ തുടർന്ന് 10 വർഷം. 10 വർഷം അത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് മന്ത്രിസഭ 10 വർഷം യാതൊരു ചലനവുമില്ലാതെ തുടരും എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ തന്നെയുള്ള ഈ ആവേശം. ഗ്രൂപ്പ് പ്രശ്നം ഉണ്ടാകത്തില്ല. ഗ്രൂപ്പ് ഒരു തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഞങ്ങളുടെ നേതാവാണ്. രമേശ് ചെന്നിത്തല നേതാവാണ്. പറ്റാത്ത 3G നമ്മൾ നടപ്പിലാക്കും. LDF-ന് പറ്റാത്ത 3G. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.